ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കണ്ണു എഴുന്നേറ്റ് വന്നിട്ട് അച്ഛനെടുത്താൽ മതി എന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. കുറച്ച് കഷ്ണം മീനും മേടിച്ചു, പിന്നെ ഒരു പാമ്പാടയും മേടിച്ചു. പാമ്പാട വറക്കാനായിട്ടാണ് മേടിച്ചേക്കുന്നത്. മീനെല്ലാം വെട്ടി റെഡിയാക്കിയിട്ട് ഞാൻ മീൻ കറി വെക്കാനായിട്ട് റെഡിയാക്കുവാണ്. കറിക്കുള്ള കടുകൊക്കെ വറുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയും ഒക്കെ ചേർത്തിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഞാനത് ഒരു പാത്രത്തിലോട്ടാണ് തിളപ്പിക്കുന്നത്. അതിന് ശേഷമാണ് ചട്ടിയിലോട്ട് മാറ്റുന്നത്. അല്ല, ചട്ടി വെച്ച് കടുക് വറുത്താൽ ചട്ടിയുടെ അടിഭാഗം ഇങ്ങനെ വിണ്ടു കീറുവേ. അത് ഒഴിവാക്കാനായിട്ടാണ് വേറൊരു പാത്രത്തിലോട്ട് കടുക് വറുത്തതിന് ശേഷം അത് ചട്ടിയിലോട്ട് മാറ്റുന്നത്. അങ്ങനെ ഇതെല്ലാം തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് കഷ്ണമെല്ലാം പറക്കിയിട്ടു. അത് കഴിഞ്ഞ് അതവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലയെല്ലാം ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെയാണ് ചേർത്ത്. അധികം എരിവ് ഞാൻ ചേർക്കുന്നില്ല, കുഞ്ഞിനും കൂടെ കഴിക്കുന്ന പരുവത്തിനാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു പാമ്പാടയാണ് മേടിച്ച് മസാലയെല്ലാം പരട്ടിയതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തത്. അല്ലെ അതും കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മുളക് പൊടിയൊന്നും അതിൽ പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ മസാലയെല്ലാം പുരട്ടി മാറ്റി അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു കറി വേണമല്ലോ, അതിനൊരു മാങ്ങ റെഡിയാക്കാം. അതിന് ഒരു സൈസുള്ള ഒരു മാങ്ങ, വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തത്. അതിന് ആവശ്യത്തിനുള്ള മാങ്ങ കഷ്ണമാക്കി ഞാൻ അങ്ങോട്ട് ചട്ടിയിലോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടുപ്പയിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് മാങ്ങ കറിക്കുള്ളത് എടുത്ത് ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് വെച്ചു. അത് കഴിഞ്ഞ് അമ്മ കോവയ്ക്ക മെഴുക്കോട്ടിക്കുള്ളത് കോവയ്ക്കയെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വേറെ പാത്രത്തിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. വേവിച്ച അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് മൂപ്പിച്ചാലേ ചിലപ്പോൾ അടിക്ക് പിടിക്കുമല്ലോ. അതിന് വേണ്ടിയാണ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാറുണ്ട്. ഞാൻ എന്തോ കാര്യം അങ്ങോട്ട് ചെയ്യാൻ മാറിയപ്പോഴത്തേന് അമ്മ മെഴുക്കോട്ടിക്ക് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ മീൻകറിയൊക്കെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പൊക്കെ നോക്കി, ഇച്ചിരി ഉലുവാപ്പൊടിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ പാത്രമെല്ലാം കഴുകി തീരുന്ന സമയം കൊണ്ട് മാങ്ങക്കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അമ്മ പിന്നെ തേങ്ങ പൊതിച്ച് തിരുമിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിക്കുള്ള തേങ്ങയെല്ലാം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കറിയിലോട്ട് ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തു. അങ്ങനെ കറി അങ്ങോട്ട് വാങ്ങി വെച്ചതിന് ശേഷം അതിന് കടുക് വറക്കണമല്ലോ. അങ്ങനെ കടുകും ഉള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കടുകും എല്ലാം വറുത്തതിന് ശേഷം അതും ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ പാത്രത്തിലോട്ട് തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിലോട്ട് തന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് മീൻ ഓരോന്നായിട്ട് കഷ്ണം പറക്കി അങ്ങോട്ട് വെച്ചു. അങ്ങനെ മീൻകറി അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ മെഴുക്കുവരട്ടിയും അതും റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.